ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററി വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എസ്എ ടോപ്പിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെസ്സപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ് ജോഗ്രഫി ഓഫ് മെസ്സപ്പൊട്ടോമിയ. 4 മാർക്കിനാണത് PYQസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ജോഗ്രഫി ഓഫ് മെസ്സപ്പൊട്ടോമിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ആ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിക്കാം. അർബനിസത്തിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ടൊക്കെയാണ് വരുന്നത്, അതും പഠിച്ചിട്ട് പോവുക. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മാരി. ഓക്കെ, മാരി എന്ന് പറയുന്നത് മെസ്സപ്പൊട്ടോമിയയുടെ ഒരു റോയൽ ക്യാപിറ്റൽ ആയിരുന്നു. സോ മാരി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു 6 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് വരാം. സോ അതുകൊണ്ട് തന്നെ മാരി എന്നുള്ളത് കൃത്യമായിട്ട് ആ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്ത് പഠിച്ചിട്ട് പോകണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ലെഗസി ഓഫ് മെസ്സപ്പൊട്ടോമിയ എന്ന് പറയുന്നത്, മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളെ പറ്റിയിട്ട്. സോ ലെഗസി ഓഫ് മെസ്സപ്പൊട്ടോമിയ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് റോമാക്കാരുടെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ, റോമൻ സിവിലൈസേഷൻ്റെ. അപ്പോൾ റോമൻ എംപയറിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് ലേറ്റ് ആൻറ്റിക്വിറ്റി കേട്ടോ. ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് 6 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന വളരെ ഷുവറായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് 3rd സെഞ്ച്വറി ക്രൈസിസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 3 പോയിന്റുകളേ ഉള്ളൂ. സോ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അതേപോലെ ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ് സോഷ്യൽ ഹൈറാർക്കീസ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു 5 മാർക്ക് ലെവലിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങളെല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഇനി നമ്മുടെ ജംഗിഷ് ഖാൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നില്ലേ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യാം, യാസ, താമ, ക്യുറിൽത്ത, ഈ 4 കാര്യങ്ങൾ പഠിക്കുക. ഇത് മേ ബി 1 വേർഡ്സ് ആയിട്ട് വരാം, മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ 2 മാർക്കായിട്ടും 4 മാർക്കായിട്ടും ആ റേഞ്ചിലൊക്കെ വരാം. ഓക്കെ, സോ യാം, യാസ, താമ, ക്യുറൽത്തായ്. ഈ താമ എന്ന് പറയുന്ന ചെങ്കിഷ് ഖാൻ്റെ മിലിറ്ററി സിസ്റ്റം ആണ് കേട്ടോ, വേറെ അതിന് ഡൗട്ടൊന്നും വരാൻ പാടില്ല. ഇനി അപ്പോൾ അത് 4 ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ 3 ഓർഡേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വരുന്ന എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. 3 ഓർഡേഴ്സ് അല്ലേ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, 3 ഓർഡേഴ്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. കുറേ വർഷങ്ങളായിട്ട് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിന് മോഡൽ പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് 3 ഓർഡേഴ്സ്. അപ്പോൾ എല്ലാവരും ഈ 3 ഓർഡേഴ്സ് കൃത്യമായിട്ട് നന്നായിട്ട് എഴുതാൻ കണക്കിന് തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് ഷുവറായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ക്രൈസിസ് ഓഫ് 14th സെഞ്ച്വറി, 14ാം നൂറ്റാണ്ടിൻ്റെ പ്രതിസന്ധി. അതൊരു 5-6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി കത്തീഡ്രൽ ടൗൺസും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. 3 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് ചോദിക്കാം, കത്തീഡ്രൽ ടൗൺസിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ലാസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, അതായത് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുള്ള കോപ്പർനിക്കൻ റവല്യൂഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കോപ്പർനിക്കൻ റവല്യൂഷൻ. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിനൈസൻസ് ബേസ് ചെയ്തിട്ട് ഒരു 8 മാർക്കിൻ്റെ എസ്സേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് നല്ലതായിരിക്കും പഠിച്ചിട്ട് പോകുന്നത് കേട്ടോ. മീൻസ് ആർട്ട്, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസെപ്റ്റ്സ് വരുന്നുണ്ടല്ലോ, ആ ടോപ്പിക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു എസ്സേ ആണ്. ഓക്കെ, ഇനി നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു എസ്സേ ചോദ്യമുണ്ട്, എവല്യൂഷൻ ഓഫ് മാൻ. നമ്മുടെ പ്രിമേറ്റ്സിൽ നിന്നും ലാസ്റ്റ് ഹോമോസാപ്പിയൻസ് വരെ മനുഷ്യൻ്റെ ആ ഒരു എവല്യൂഷൻ്റെ ഒരു സൈക്കിൾ പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, എവല്യൂഷൻ ഓഫ് മാൻ. അത് 8 മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി എവല്യൂഷൻ ഓഫ് മാൻ 8 മാർക്കിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചോദിക്കും, അതിനകത്തുള്ള ഓരോ കോൺസെപ്റ്റ്സും 2 മാർക്കിനോ 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എസ്സേക്ക് ചോദിച്ചാൽ എസ്സേക്ക് ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പ്രിമേറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ഹോമിനിഡ്സും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാം. പിന്നെ ഓസ്ട്രലോപിത്തക്കേസും അതുപോലെ തന്നെ ഹോമോയും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെ പരസ്പരം കമ്പാരിസൺ ലെവലിലും അങ്ങനെയും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് റിപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. ഇതൊരു 2-4 മാർക്കിനൊക്കെ ചോദിക്കാം. റിപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും 1 വേർഡ് ആയിട്ടോ അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നമ്മുടെ എന്താ പറയുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇസ്ലാമിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, അഡീഷണൽ ടെക്സ്റ്റിൽ നിന്ന് ഒരു വലിയൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ക്രുസൈഡ്സ്. 3 മാർക്കിന് ക്രുസൈഡ്സ് ചോദിക്കാറുണ്ട്, കുരിശുയുദ്ധങ്ങൾ കേട്ടോ. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഇതാണ് ഗെയിം ചേഞ്ചർ, ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് അല്ലേ. നമ്മുടെ 8 മാർക്കിന് എത്തേക്ക് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഇസ്ലാംകാരുടെ സംഭാവന ലോകത്തേക്കുള്ള. കടൽ പോലെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ കാണാൻ പറ്റും, പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ, കുറച്ചൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ. പക്ഷേ കുറേ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും പഠിക്കാൻ പറ്റുന്നവരെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതെന്തായാലും എഴുതേണ്ടി വരും എവിടെയെങ്കിലും. കാരണം ഇത് മസ്റ്റായിട്ടും നമ്മുടെ 3 ഓർഡേഴ്സ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം അസ്തക്ക് മായ ഇൻക എന്ന് പറഞ്ഞിട്ട്. ഇത് 3 കൂടി ഒരുമിച്ച് ചിലപ്പോൾ 4-5 മാർക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ ഒക്കെ 2 മാർക്ക് 3 മാർക്ക് ആ റേഞ്ചിനും ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇത് അസ്തക്കും ഇൻകയുമായി ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിലൊന്നും പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. പക്ഷേ നിങ്ങൾ എന്താ പറയുക, ടെക്സ്റ്റിൽ ഇനിയും വേറെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ, എന്നിട്ട് വേണം ബാക്കി ചോദ്യങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മാക്സിമം ടെക്സ്റ്റിലുള്ള എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ട് പോകാൻ തന്നെ വേണം നിങ്ങൾ ശ്രമിക്കാൻ. എങ്കിലേ നമുക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഒരു ചോദ്യമൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ഷുവറാണ്. അല്ലാണ്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് എന്ത് ചെയ്തിട്ടുള്ളത്, വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് വേറെ ഒന്നും പഠിക്കരുത്. ഇത് പഠിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാവൂ. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങളുടെ വേറെ സബ്ജക്റ്റ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ.